ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പള്ളിക്കൽ ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ഫാത്തിമ തസ്നീനെ കാണാനാണ്. ഫാത്തിമയ്ക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. ഫാത്തിമ അപസ്മാരത്തിൻ്റെ ഒരു ഗുളിക സ്ഥിരമായിട്ട് കഴിക്കണം, രാവിലെയും രാത്രിയും കഴിക്കണം. പിന്നെ ഒക്കെ കാഴ്ചേൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതായത് ദൂരെ കാഴ്ച കണ്ണട വെച്ചാൽ മാത്രമേ ഒക്കെ ക്ലിയർ ആവുള്ളൂ. അതേപോലെ അടുത്തുനിന്നാണെങ്കിലും കണ്ണട വെച്ചാലേ അക്ഷരങ്ങളൊക്കെ ക്ലിയർ ആവുള്ളൂ. കണ്ണട വെച്ചാൽ വേറെ കാണാകുകയും കാര്യങ്ങളൊന്നുമില്ല, ഓക്കെയാണ്. ഇവിടുത്തെ കുക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്യും, ആൾ സ്മാർട്ടാണ്. ഈ അപസ്മാരത്തിൻ്റെ ഗുളിക സ്ഥിരമായിട്ട് കഴിക്കണം എന്നുള്ളതും പിന്നെ കണ്ണട വെക്കണം എന്നുള്ളതുമാണ് ഉള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വരുന്ന നല്ലൊരു പാർട്ട്ണറിനെയാണ് നമുക്ക് വേണ്ടത്. ഈ കാണുന്നതാണ് ഫാത്തിമാൻ്റെ വീട്. അപ്പോൾ തൊട്ടടുത്ത് വേറെ വീടിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ പണി നടക്കുന്ന വീട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. നമുക്കിന്ന് കാര്യങ്ങളൊക്കെ അവരെ കണ്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. ഇത് ഫാത്തിമാൻ്റെ ഉപ്പയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉപ്പാൻ്റെ പേരെന്താ? അഹമ്മദ് കുട്ടി. അഹമ്മദ് കുട്ടി. അപ്പോൾ ഇതാണ് ഫാത്തിമ തസ്നി. എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? ആ, എന്നാൽ അപ്പം നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഫാത്തിമക്ക് എത്ര വയസ്സായി? 30 വയസ്സ്. 30 വയസ്സല്ലേ? എത്ര വരെയാണ് പഠിച്ചത്? 10 വരെ. പിന്നെ ഒന്നിനും പോയില്ല? ആ. അപ്പോൾ പഠിക്കുന്ന സമയത്തേന് ഇപ്പം അപസ്മാരം തുടങ്ങിയ ജന്മന ഉള്ളതല്ല അല്ലേ? ആ, 5 വയസ്സ് വരെ കുഴപ്പമില്ലായിരുന്നു. ആ, 5 വയസ്സിന് ശേഷമാണ് അപസ്മാരം വന്നത്. അതിന് സർജറി ഒന്നും ചെയ്തില്ലല്ലോ? സർജറി ഒന്നും ചെയ്തില്ല. ആ, അപ്പോൾ സ്ഥിരമായിട്ട് ഗുളിക കുടിക്കണം അല്ലേ? ആ ആ ആ. ലാസ്റ്റ് അപസ്മാരം വന്ന എപ്പാ? 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്. അതിനുശേഷം പിന്നെ വന്നില്ല? 10 പഠിക്കുമ്പോൾ ലാസ്റ്റ് വന്നല്ലേ? ആ. അപ്പോൾ നമുക്ക് അപസ്മാരത്തിൻ്റെ ഒരു കാര്യം അങ്ങനെയാണല്ലോ, സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഇനി വരുമോ എന്നുള്ള ഒരു ടെൻഷനിൽ നമുക്ക് ഗുളിക നിർത്താൻ പറ്റൂല അല്ലേ? ഫാത്തിമക്ക് കാഴ്ചേൻ്റെ ബുദ്ധിമുട്ട് എങ്ങനെയാണ്? അടുത്തുള്ളത് കാണില്ല, വീട്ടിലുള്ളതും കാണാൻ പ്രയാസമാണ്. കണ്ണട വെച്ചാൽ കുഴപ്പമില്ലല്ലോ? കണ്ണട വെച്ചാൽ കുഴപ്പമില്ല. ആ, കണ്ണട വെക്കാത്ത സമയത്ത് അടുത്തുള്ളതും ദൂരത്തുള്ളതും ചെറിയ പ്രയാസമുണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നതാണ്, എന്നിട്ട് ഉള്ള ഒരാളെ നമുക്ക് വേണ്ടുള്ളൂ അല്ലേ? അതെ. അപ്പോൾ 30 വയസ്സാണ് മോക്കായത്. നമുക്ക് മാക്സിമം ഒരു എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം? ഒരു 35 വയസ്സ് വരെ. 35 വരെ നോക്കാം. പിന്നെ ദൂരം നമുക്ക് ഒരു 25 കിലോമീറ്റർ ആഗ്രഹിക്കുന്നത്. മലപ്പുറം ജില്ല നമുക്ക് എടുക്കാം. മലപ്പുറം ജില്ലയിലായാലും കുഴപ്പമില്ല. മലപ്പുറം ജില്ലേൻ്റെ ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് ആലോചന വേണം. പിന്നെ ഈ രാമനാട്ടുകര ഈ ബോർഡർ ഏരിയ അല്ലേ? അത് ബോർഡർ ഏരിയയാണ്. അത് കുറച്ച് 2 കഴിഞ്ഞാൽ കോഴിക്കോടിലായി. ആ, നമുക്ക് കോഴിക്കോട് ആ ബോർഡർ നമുക്ക് നോക്കിക്കൂടെ? കോഴിക്കോട് ജില്ലയായിട്ട് കുഴപ്പമൊന്നുമില്ല. ആ, ഒരു 25 കിലോമീറ്റർ ചുറ്റളവിൽ ആയാൽ മതി മാക്സിമം അല്ലേ? അതെ. നിങ്ങൾക്ക് എത്ര മക്കളാ? 5 മക്കൾ. ആ, 3 പെണ്ണും 2 ആണും. ആ, ബാക്കി വിവാഹം എല്ലാവരെയും പെൺകുട്ടികളെ കഴിഞ്ഞു. ആ, 2 പെൺകുട്ടികളെയും കഴിഞ്ഞ് ആൺകുട്ടികൾ പഠിക്കുകയാണ് അല്ലേ? നിങ്ങൾ എന്താ ചെയ്യുന്ന ജോലി? അപ്പോൾ പുറത്തായിരുന്നു. ആ, വന്നിട്ട് 1 മാസമായി. ഗൾഫിലായിരുന്നു അല്ലേ? അത് ശരി. വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വരാൻ പോകുന്ന ആളെ എന്തെങ്കിലും ഒരു നിബന്ധന കാര്യം? നോക്കുന്ന ആളാണ്, പിന്നെ സുന്നി കുടുംബത്തിൽ നിന്നാണ്. അതെ, താല്പര്യം. അതെ, അത്ര അതാ നമ്മൾ നോക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരുന്ന നല്ലൊരു പാർട്ട്ണർ ആയിരിക്കണം. പിന്നെ നമുക്ക് ദൂരത്തിൻ്റെയൊക്കെ ഒരു പറഞ്ഞ് അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ, ഒരു 35 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരാൾ തന്നെ ആവട്ടെ. ആദ്യ വിവാഹം തന്നെയല്ലേ നോക്കുന്നുള്ളൂ അല്ലേ? ആദ്യ വിവാഹമാണ് മോളുടെ. അപ്പോൾ ആദ്യ വിവാഹം തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു വയസ്സിൻ്റെ ഉള്ളിലുള്ള ആദ്യ വിവാഹം തന്നെ വരട്ടെ. നമുക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാലോചന തന്നെയാണ് വേണ്ടത്, മോളെ മനസ്സിലാക്കുന്ന. അപ്പോൾ പിന്നെ അവർക്ക് വേറെ ഇവിടുത്തെ കുക്കിങ് കാര്യങ്ങളൊക്കെ ഫാത്തിമ ചെയ്യാറില്ലേ? ചെയ്യാറുണ്ട്. ആ, വേറെ ഒന്നിനും യാതൊരു ബുദ്ധിമുട്ട് ഫാത്തിമയ്ക്ക് ഇല്ലല്ലോ അല്ലേ? അതെ. ഈ ഗുളിക കുടിക്കുമ്പോൾ എന്തോ ക്ഷീണോ കാര്യങ്ങളോ അങ്ങനെ എന്താ ബുദ്ധിമുട്ട് വരാറുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല. ആ, അത് നമ്മൾ മറക്കാണ്ട് കുടിക്കണം, സ്കിപ്പ് ചെയ്യാൻ പറ്റൂല, അതാണല്ലേ? അപ്പോൾ അത് ഡോക്ടർ പറയുന്നത് വരെ സ്ഥിരമായിട്ട് കുടിക്കണം അല്ലേ? പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമുക്ക് ഡോക്ടറോട് ചോദിക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് തന്നെ വരിക. അവർക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ വിഷയങ്ങളൊന്നും ഇല്ല. ഈ കാഴ്ചേൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കണ്ണട വെച്ചാൽ യാതൊരു പ്രശ്നമില്ല. പിന്നെ അതേപോലെ തന്നെ ഗുളിക കുടിച്ചാൽ ഇത് 10ാം ക്ലാസ്സിൽ നിന്ന് വന്നതാന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 30 വയസ്സായല്ലോ. അപ്പോൾ ഒരു 10-15 കൊല്ലം ആയിട്ടത് വന്നിട്ടില്ല. അതെ. അപ്പം അതൊരു അപസ്മാരം എന്നുള്ള ഒരു ഇതിലൊന്നും അത് കാണേണ്ടതില്ല. പിന്നെ ഗുളിക നിർത്താൻ പറ്റൂല, അതിൻ്റെ ഒരു പൊതുവേ ഉള്ളൊരു രീതി അങ്ങനെയാണ്. അപസ്മാരം തുടങ്ങിയ എല്ലാവർക്കും ഗുളിക നിർത്താണ്ട് കുടിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഉപ്പാക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?
പറയുന്നുണ്ട്. അത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന വരട്ടെ, മോളെ മനസ്സിലാക്കുന്ന നല്ലൊരാൾ. അപ്പോൾ ഇൻഷാ അല്ലാ. എനിക്ക് എന്തെങ്കിലും പറയണ്ട, അങ്ങനെയുള്ള ബിയാപ്പിളിനെ വേണ്ട എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടോ? അങ്ങനെയില്ല, നോക്കാൻ പറ്റിയ നല്ലൊരാളായിരിക്കണം. അതെ, അത്രയേ ഉള്ളൂ അല്ലേ. മോളെ സ്നേഹിക്കുന്ന നല്ലൊരാളാവണം, വേറെ അങ്ങനത്തെ കോൺസെപ്റ്റ് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഫാത്തിമയും ഉപ്പയും പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ, മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന വരും. അവൾക്ക് അങ്ങനെ പറഞ്ഞല്ലോ, അവൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഈ അപസ്മാരത്തിൻ്റെ എല്ലാവർക്കും നമ്മളതിൻ്റെ മുമ്പ് ഒരുപാട് വീഡിയോ എടുത്തതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപസ്മാരം സ്റ്റാർട്ട് ചെയ്താൽ ഗുളിക നിർത്താൻ പറ്റില്ല. അതാണ് അതിൻ്റെ 15 വർഷമായിട്ട് അത് വന്നിട്ടൊന്നുമില്ല. പിന്നെ ഈ കാഴ്ചേൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കണ്ണട വെക്കാത്തവരായിട്ടൊന്നും ഇപ്പോൾ ആരും ഇല്ലല്ലോ. കണ്ണട വെച്ചാൽ ഓക്ക് പ്രശ്നമൊന്നുമില്ല. കണ്ണട വെച്ചിട്ടില്ലെങ്കിൽ ദൂരെ കാഴ്ചയും പിന്നെ അടുത്തുള്ള എഴുതിയതൊന്നും അങ്ങനെ വായിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതൊന്നും നമ്മളറിയില്ലല്ലോ എന്നുള്ള രീതിയിൽ ആരും വരരുത് എന്നുള്ളത് കൊണ്ടാണ് മൈന്യൂട്ട് കാര്യങ്ങൾ വരെ പറയുന്നത്. എല്ലാം അറിഞ്ഞിട്ട് വരുന്ന ആളെ മതി നമുക്ക്. അപ്പോൾ ബാക്കിയുള്ള കാര്യത്തിൽ വീട്ടിലെ കുക്കിംഗ് ആയാലും കാര്യങ്ങളോളൊക്കെ സ്മാർട്ടാണ്. 10ാം ക്ലാസ് വരെയാണ് അവൾ പഠിച്ചത്. ആ ഒരു സമയത്തായിരുന്നല്ലോ അപസ്മാരം വന്നത്. അപ്പോൾ അങ്ങനെ സ്കൂൾ പഠനമൊക്കെ അങ്ങനെ നിന്നതാണ്. 30 വയസ്സാണായത്. നമുക്കൊരു 35, ഒരു 36, ഒരു വയസ്സൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടായൊന്നും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആലോചന വരട്ടെ. പിന്നെ ദൂരത്തിൻ്റെയൊക്കെ പറഞ്ഞു ഒരുപാട് ദൂരം വേണ്ട, അടുത്തുനിന്ന് തന്നെ മതി. ഒരു 25, മാക്സിമം ഒരു 30 കിലോമീറ്ററിൻ്റെ ഒക്കെ ഉള്ളിൽ മതി എന്നുള്ളത്. കാരണം ഓരോരോ ടെൻഷനാണ്, ഒരുപാട് ദൂരത്തായാലും മോളെ ഒരു കാര്യത്തിന് അങ്ങനെ ഉണ്ടാവുമല്ലോ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒരു അതിൻ്റെ ചുറ്റളവിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ആലോചന വരട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ, മോളെ കല്യാണം എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തണം കേട്ടോ. ഓക്കെ.